പഴയന്നൂർ ഭഗവതി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പ്രസ്തുത യോഗം വിശ്വഹിന്ദു പരിഷത്ത് തൃശ്ശൂർ വിഭാഗ് പ്രചാർ പ്രമുഖ് കെ യു ഷാജി ശർമ്മ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തി. യോഗത്തിൽ ശ്രീ കെ ശ്രീകുമാർ, ഹിന്ദു ഐക്യവേദി തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ്, ശ്രീ പി കെ ചന്ദ്രൻ, ശ്രീ പി കൃഷ്ണകുമാർ NSS കരയോഗം സെക്രട്ടറി, ശ്രീ ON മുരളീധരൻ എഴുത്തച്ഛൻ സമാജം പ്രതിനിധി, ശ്രീ രാജൻ നായർ NSS കരയോഗം പ്രസിഡന്റ്, ശ്രീ അനിൽകുമാർ SNDP പുത്തിരിത്തറ ശാഖാ പ്രസിഡന്റ്, ശ്രീ TC പ്രകാശൻ BJP ചേലക്കര മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയവർ. ഇവിടെ ഭരിക്കുന്നത് ക്ഷേത്രങ്ങളെ നശിപ്പിക്കണം, ഹിന്ദു സംസ്കാരം നശിക്കണം, ഒരു ക്ഷേത്രം നശിച്ചാൽ ആ പ്രദേശത്തെ ഹിന്ദു സംസ്കാരം നശിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു ഭരണവർഗമാണ് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇടതുകാലത്തെ കാല് വലതുകാലിലെ മന്ത് ഇടതുകാലിലേക്കും, ഇടതുകാലത്തെ മന്ത് വലതുകാലിലേക്കും ആവുന്ന മാതിരി ഓരോ പ്രാവശ്യം ഇലക്ഷൻ വരുമ്പോഴും LDF UDF സംവിധാനങ്ങളെ തിരഞ്ഞെടുക്കും. ഈ തിരഞ്ഞെടുക്കുന്നതിൽ നിന്നാണ് ദേവസ്വം മന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. ആ കൂടിയിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ കണക്കില്ല എന്നാണ് പറഞ്ഞത്. 2003 ശേഷം എഴുതി വെച്ചൊരു കണക്കാണ്. എന്ന് വെച്ചാൽ 2003 ശേഷം ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റീൽ പ്ലേറ്റ്, ബക്കറ്റ്, അണ്ടാവ്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, പിന്നെ ഇപ്പൊ എലി എടുത്തിട്ട് പോയി എന്ന് പറയുന്ന ഒരു കിരീടും, ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. പഞ്ചലോഹങ്ങൾ കൊണ്ടുള്ള ഗോളക, വെള്ളി ഗോളക ഭഗവാനും ഭഗവതിക്കും ഒക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഇനി പഞ്ചലോഹം തന്നെയാണോ, വെള്ളിയാണോ, അതോ പൂശിയതാണോ ഒന്നും നമുക്കറിയില്ല. കാരണം ഇതൊന്നും ആരും ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഭഗവതി ഈ കിരീടത്തിലൂടെ അതിനൊരു അവസരം നമുക്ക് തന്നിരിക്കുകയാണ്. എനിക്കും നേരത്തെ ഇവിടുത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ പോലെ എനിക്കും ഇവിടെ പറയാനുള്ളത് ഇവിടുത്തെ എന്നെ ശ്രമിക്കുന്ന ഹിന്ദുക്കളോടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് ഈ തട്ടകത്തിന്റെ അമ്മയായ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ തിരുവാഭരണം കാണാതെ പോയി 12 ദിവസം. അപ്പോഴേ നമ്മളൊക്കെ പഠിക്കൂ. അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം നോക്കരുത്. നിങ്ങൾ BJP-കാരനോ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ ലീഗുകാരനോ ആരോ ആവട്ടെ, പഴയന്നൂർ അമ്മയുടെ തിരുവാഭരണം മുതല് കട്ടുകൊണ്ടുപോയവനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ജാതീയത മറന്ന്, രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിൽക്കണം, ഒന്നാകണമെന്നാണ് എനിക്ക് അവകാശപ്പെടാനുള്ളത്. അതിന് നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നമുക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ യോഗം ആശങ്കകൾ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പ്രതിഷേധ പരിപാടിയിൽ നമ്മളിവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ഉള്ളിലുള്ള വികാരം എന്ന് സ്വാഗത പ്രഭാഷണം മുതൽ ഇതുവരെ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. പട്ടാമ്പിയിൽ നിന്ന് വന്ന എനിക്കറിയുന്നതിനേക്കാൾ ഇവിടെ എന്താ നടന്ന് എന്നറിയുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അത്രയും വലിയ കൊടവയറും കാലും ചെവിയും ഒക്കെയുള്ള അല്ലെ, കരയിലെ ഏറ്റവും വലിയ ജീവിക്ക് സമമായ ഗണപതിയെ ചുമന്നുകൊണ്ട് നടക്കുന്ന എലിക്ക് ഒരു കിരീടം കൊണ്ടുപോകാൻ പറ്റില്ല എന്നപ്പോൾ നിങ്ങൾ വിശ്വസിക്കണം. എലി കൊണ്ടുപോയി എന്നാ പറയണത്. എലി ഗണപതിയെ ചുമന്നുകൊണ്ട് നടക്കണ എലിക്ക് ഒരു കിരീടം പൊന്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കടുപ്പല്ലേ. അതുകൊണ്ട് ഞാൻ വളരെ പ്രതീക്ഷയോടെ ഇവിടെ വന്നപ്പോൾ തൊട്ട് ചാഞ്ഞും ചെരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ആ കിരീടം വെച്ച എലി ഒന്ന് വന്ന് കണ്ടാൽ കൊണ്ടുപോകുന്നത് വെറുതെ ഒന്നാവില്ല. എനിക്ക് തിന്നാൻ പറ്റുന്ന സാധനമൊന്നുമില്ല ഇപ്പൊ ഈ കിരീടം എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ അത് തിന്നോന്ന് വെച്ചാൽ നിശ്ചയമില്ല. പണ്ട് ചെറിയ ക്ലാസ്സിലൊരു കഥ പഠിച്ചിരുന്നു. നമ്മൾ കഥയാവില്ല എന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. കഥയൊക്കെ ചിലപ്പോൾ നടന്ന സംഭവമാവും. കിരീടം കൊണ്ടുപോകുന്ന എലിയുള്ള നാട്ടിൽ അതൊക്കെ നടക്കില്ലേ? നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും ഒരു കുഞ്ഞിരാമന്റെ പൊടിക്കൈ അല്ലേ? നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പാത്രം എങ്ങോട്ടോ യാത്ര പോകുമ്പോൾ അല്ലേ, കുഞ്ഞിരാമന്റെ വീട്ടിൽ പാത്രം കൊടുത്തിട്ട് പോയി എന്നാണ്. പണ്ടൊക്കെ പാത്രം പണയം വയ്ക്കുക, അല്ലെങ്കിൽ പാത്രമൊക്കെ വലിയ വിലപിടിപ്പുള്ള, ഇപ്പോഴും വിലപിടിപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവിടെ കാണാനില്ല, സ്റ്റീൽ പാത്രമേ കാണാനുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലൊരു വലിയ ചെമ്പ് അയലോക്കക്കാരുടെ വീട്ടിൽ കൊടുത്ത് പോയിരുന്നു. തിരിച്ചു വന്നപ്പോൾ സ്വാഭാവികമായി അത് തിരിച്ചു ചോദിക്കുള്ളൂ. തിരിച്ചു ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോൾ കുഞ്ഞിരാമൻ നെഞ്ചത്തടിച്ച് ഗംഭീര കരച്ചിലാക്കുന്നത്. എന്താണ് കരച്ചില്?
അയ്യോ ഒന്നും അറിയിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലമൊന്നുമില്ല ഫോണിൽ മെസ്സേജ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും നിവൃത്തിയില്ല. എന്തിനാ കരയണമെന്ന് വെച്ചു. അയ്യോ അതിന്റെ കഥയൊന്നും പറയണ്ട, ആ പാത്രത്തിനൊരു അസുഖം വന്നാൽ പാത്രം മരിച്ചു പോയിരുന്നു. ഞാൻ കുറെ നോക്കി രക്ഷിക്കാനൊന്നും പറ്റിയില്ല, പാത്രം മരിച്ചു പോയിരുന്നു. ഓ പാത്രം മരിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ട് പോകും അല്ലെ? പാത്രം മരിച്ചു പോയാൽ വേറെ നിവൃത്തിയൊന്നുമില്ല. വിഷമത്തോടു കൂടി തിരിച്ചു പോകും. കുറച്ച് കഴിഞ്ഞ് പറയുന്നില്ലേ, അത് കോഴി കൊത്തിക്കൊണ്ടുപോയി. നിങ്ങൾക്കറിയില്ലേ കോഴിക്ക് വലിയ പ്രാധാന്യമുള്ള സ്ഥലമല്ലേ ഇവിടെ? അതുകൊണ്ട് കോഴി വിഗ്രഹം കൊത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ആണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് സമാജത്തിന്റെ പ്രതികരണ ശേഷി നശിച്ചിട്ടില്ല എന്ന് വേണ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്താൻ കൂടി തന്നെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. പൊതുസമൂഹത്തിന്റെ, കാരണം അതൊരു പക്ഷെ ഗതികേട് കൊണ്ടായിരിക്കാം. നേരത്തെ ഇവിടെ പറഞ്ഞു, സ്വാഗത പ്രഭാഷണം മുതൽക്കുള്ളവർ പറഞ്ഞു ഹിന്ദുവിന്റെ തകരാറ്, അത് തകരാറെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു പക്ഷെ ഗതികേടെന്നാണ് പറയേണ്ടത്, തകരാറ് എന്നല്ല പറയേണ്ടത് അല്ലേ. കാലങ്ങളെ കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു നിസ്സംഗത, അത് നിർബന്ധിതനായി തീർന്നതാണ് ആ രൂപത്തിൽ. തമാശക്കാണെങ്കിലും പറയാറുണ്ട്, പണ്ട് ദിവസം ഇപ്പോൾ നിങ്ങൾ ഇവിടെ കുളിച്ചു വേണ്ട കഥ പറഞ്ഞ മാതിരി തന്നെ പണ്ടൊരു മുത്തശ്ശി നിത്യേന ഗുരുവായൂർ തൊഴുത്തത്, എല്ലാ ദിവസവും ഗുരുവായൂർ തൊഴും. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ബസ് പിടിച്ചാൽ തൃപ്രയാറപ്പനെ പോയിട്ട് തൊഴാൻ, അത് വിഷ്ണുവാണ് ഇത് വിഷ്ണുവാണ്, ഇവിടെ ബോംബ് വെച്ചാലെന്ത്, കത്തിപ്പോയാലെന്ത്, എന്ത് പോയാലും എനിക്ക് എൻ്റെ കാര്യം നടക്കണേ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒന്നും മോഷ്ടിക്കരുതേ ഭഗവാനെ, എൻ്റെ വീട് കാത്തോളനെ, കള്ളന്മാരൊന്നും വരാതെ എൻ്റെ ഒന്നും മോഷ്ടിക്കരുതേ എന്ന് പറയുന്നതിനിടയ്ക്ക് ചിലപ്പോൾ നമ്മൾ ദേവിയുടെ അതൊക്കെ ദേവി കാത്തോളൂ. ദേവിയുടെ മുതൽ കാക്കാൻ വയ്യാത്ത ഏത് ദേവിയാണ്? മുതൽ ദേവിയുടെ അല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം മുതൽ ദേവിയുടെ അല്ല, മുതൽ ഭക്തപരാശക്തി അമ്മയ്ക്ക്. നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് വേണോ അണിയാൻ? വേണ്ടല്ലോ. അപ്പൊ അത് നമ്മുടെ ഭക്തജനങ്ങളാണ്, അമ്മയോടുള്ള ഭക്തിയുടെ പ്രദർശനം. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ വില എങ്ങനെ നിശ്ചയിക്കും? അതിന്റെ സ്വർണത്തിന്റെ തൂക്കമാണോ? ഒരു പാരമ്പര്യ സ്വത്തിന്റെ, ഒരു പൈതൃക സ്വത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് അതിന്റെ സ്വർണത്തിന്റെ മൂല്യമാണ്. അങ്ങനെയേ ദേവസ്വം അധികൃതർ കാണുകയുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ തൃപ്രയാർ ക്ഷേത്രത്തിലൊരിക്കൽ മോഷണം നടന്നു, തെടമ്പ് പോയി, ഇങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട സംഗതികളൊക്കെ അവിടുന്ന് പോയി. ഭക്തജനങ്ങൾ വളരെ വിഷമത്തോടുകൂടി രാമനാമവുമായി ക്ഷേത്രത്തിനകത്തേക്ക് ചെന്നു. കാരണം പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ അല്ലേ പോയിരിക്കുന്നത്. തെടമ്പടക്കം ഭഗവാനെ പ്രതിനിധീകരിക്കുന്നതാണല്ലോ തെടമ്പ്. ഭക്തമാസ്റ്റർ, ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ, ആ സ്കൂളിലെ ഒരു ക്ലോക്ക് പോയി വിചാരിക്കും. അങ്ങോട്ട് റിട്ടയർ ചെയ്യുമ്പോൾ പെൻഷൻ കിട്ടണമെങ്കിൽ ആ ക്ലോക്കിന്റെ കാശാണ് കിട്ടിയാലേ പെൻഷൻ പറ്റി പോയി. വലിയൊരു ക്ലോക്ക്, അവിടെ സ്റ്റോക്ക് രജിസ്റ്ററിലുള്ള ഒരു ക്ലോക്ക് അടുത്ത HM വരുമ്പോൾ കാണാനില്ല. ഇദ്ദേഹം ഉത്തരവാദി, ഇദ്ദേഹമാണ് അതുപോലെ അതിന്റെ കസ്റ്റോഡിയൻ. ആ ക്ലോക്കിന്റെ പൈസ അത് ട്രഷറി കെട്ടി അതിന്റെ ചലാൻ കാട്ടിയാതെ ആ HM പെൻഷൻ പറ്റില്ല, ഒരാനുകൂല്യവും പറ്റില്ല. ഒരിക്കൽ ഒരു HM ചെറിയ പിടിവലിയിൽ സ്കൂളിന്റെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ അറിയാതുകൊണ്ടാണ് പറഞ്ഞത്. ഒരിക്കൽ AE ഓഫീസർ ഒരു HMന്റെ പെൻഷൻ റിട്ടയർ ചെയ്യപ്പോൾ പെൻഷൻ തടഞ്ഞു വെച്ചു. എന്താ കാര്യങ്ങളൊക്കെ ശരി, അയാൾ വളരെ കറക്റ്റാ. എന്താ ശരിയെന്ന് വെച്ചു, അതിലൊരു ഒത്തിരി പൈസ അടയ്ക്കാണെന്ന്. എന്തേ? അപ്പൊ ഈ ഉച്ചക്കഞ്ഞി ഉണ്ട് സ്കൂളിൽ, ഉച്ചക്കഞ്ഞിന്റെ കണക്കൊക്കെ ശരിയാണല്ല. ഈ കഞ്ഞി വെക്കുമ്പോൾ അന്ന് ഗ്യാസ് തുടങ്ങിയിട്ടില്ലേ, വിറകാണ്, വിറകാവാണ്. അതിന്റെ വെണ്ണീർ വിൽക്കുന്നതിൽ എഴുതിയിട്ടില്ല, വിറക് കത്തിച്ചതിന്റെ വെണ്ണീർ വിൽക്കുന്നതിൽ എഴുതിയിട്ടില്ല എന്നു. അയാൾ ആള് കുറുക്കനാ. അയാൾ പറഞ്ഞു, അത് ഞാൻ അവിടെ ചാക്കി കെട്ടി വെച്ചിട്ടുണ്ട്, എടുക്കാൻ ആള് വന്നിട്ടില്ല, ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് തരാമെന്ന്. അപ്പൊ നാട്ടിൽ വെണ്ണീറൊന്നും എടുക്കാൻ ആളില്ല എന്ന് ഞാൻ ഇവിടെ AE ഓഫീസിൽ കൊണ്ടുവന്നിട്ട് തരാം, വെണ്ണീറായിട്ട് കണക്കാക്കി എഴുതിയാൽ മതി, കാശായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരെ കത്തിച്ച വെണ്ണീറിന്റെ കണക്ക് വരെ കൊടുത്തേ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് പെൻഷൻ പറ്റി പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഈ അരവണ പായസം ഉണ്ടാക്കിയത് ഭക്തജനങ്ങൾക്ക് ഉപകരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഉണ്ടാക്കിയ ഉത്തരവാദികൾ ഉണ്ടാവില്ല, അവരെ ശിക്ഷിക്കണ്ടേ? അവരിൽ നിന്നല്ലേ ഇത് അവർക്ക് നശിപ്പിക്കാമെന്ന് മാത്രം പോലെ ഫൈൻ കെട്ടിക്കണ്ടേ? തിരിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ ചോദ്യം ചെയ്തത്. പക്ഷെ കാട്ടിലെ മരം തേവരുടെ ആന വലിയടാ വലി. പല ക്ഷേത്രങ്ങളിലും ഓടിച്ച് നാമമാത്രമാണ്. കോടിക്കണക്കിന് രൂപയുടെ കണക്ക് എവിടെ എന്ത് ഊരിപ്പിടുത്തു ആർക്കില്ലാത്ത വിധത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ സീറ്റ് ഉറപ്പിക്കാനുള്ള നാടകത്തിനപ്പുറം മറ്റൊന്നുമല്ല ആർക്കും. പ്രളയം വന്നപ്പോ അല്ലെ ഭക്തജനങ്ങളെ മുഴുവൻ ഒരുപാട് ക്ഷേത്രങ്ങളും ഭക്തജനങ്ങളും ഒക്കെ ബുദ്ധിമുട്ടി. ഗുരുവായൂർ ദേവസ്വം സമയത്തിന് ഉണർന്നു. ഭക്തജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായതല്ലേ. ഗുരുവായൂർ ദേവസ്വം എന്ത് ചെയ്തു? 5 കോടി രൂപ എവിടേക്ക്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക്. മുഖ്യമന്ത്രിയുടെ എന്തേ ഭക്തജനങ്ങൾക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലും ചെയ്യാമായിരുന്നില്ല. അത് കഴിഞ്ഞ് കൊറോണ വന്നു. ക്ഷേത്രങ്ങളെല്ലാം അടഞ്ഞു കിടന്ന് അന്ത്യത്തിരിക്ക് വഴിയില്ലാതെ ക്ഷേത്രങ്ങളും ക്ഷേത്ര ജീവനക്കാരും
അത്താഴപ്പട്ടിണി പോലെ, അത്താഴപ്പട്ടിണി എന്ന് പറഞ്ഞാൽ അത്താഴത്തിന് മാത്രമല്ലേ പട്ടിണി ഇല്ലാതെ, ഇതെല്ലാം മുഴുവൻ പട്ടിണിയിലേക്ക് പോയപ്പോഴും ആ ക്ഷേത്രത്തിലെ ജീവനക്കാർക്കെങ്കിലും ദേവസ്വത്തിൽ നിന്ന് പൈസ കൊടുക്കാന്നല്ല വിചാരിച്ചത്. വെറുതെ കിടക്കണം അടുത്ത 5 കോടി മുഖ്യമന്ത്രിയുടെ ബിരുദ. കാരണം മുഖ്യമന്ത്രി 6 മണിക്ക് വാർത്ത വായിക്കാൻ വരുമ്പോൾ വായിക്കും ഗുരുവായൂർ ദേവസ്വം ബോർഡ് 5 കോടി. അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അടുത്ത MLA സീറ്റ് ഉറച്ചു. അടുത്ത MLA സീറ്റ് ഉറപ്പിക്കാൻ ഭാര്യയുടെ ശ്രീധരൻ കിട്ടിയതല്ല, ഗുരുവായൂർ ഭണ്ണാരത്തിലെ കാശെടുത്ത് കൊടുത്തു. ഹൈന്ദവ സംഘടനകൾ കേസിന് പോയി. ഹൈന്ദവ സംഘടനകൾ കേസിന് ആ 10 കോടി രൂപയും തിരിച്ചു കൊടുക്കാൻ വിധിച്ചു ഹൈക്കോടതി. കാരണം അങ്ങനെ ദേവസ്വം നിയമത്തിലില്ല. ദേവസ്വത്തിന്റെ ഫണ്ടെടുത്ത് അത്തരത്തിൽ കാണിക്കാൻ ദേവസ്വം നിയമത്തിലില്ല. ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും ചെയ്യാനല്ലാതെ ഇതുപോലെ സർക്കാരിലേക്ക് കൊടുക്കാൻ ദേവസ്വം നിയമം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് 10 കോടി രൂപ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. തിരിച്ചു കൊടുത്തോ? എന്ത് ചെയ്തെന്നറിയാമോ? ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള അഡ്വക്കേറ്റുമാരെയും കൂട്ടിയിട്ട് സുപ്രീം കോടതിയിലേക്ക് ഓടി. എന്തിന്? ഈ 10 കോടി രൂപ തിരിച്ചു കൊടുക്കാതിരിക്കാൻ. ആ 10 കോടി രൂപ തിരിച്ചു കൊടുത്ത് വിഷയം അവസാനിപ്പിക്കേ വേണ്ടുള്ളൂ. അത് വിഷയം അവസാനിപ്പിക്കാതെ അവരുടെ പോക്കറ്റിലെ കാശല്ല, ലക്ഷക്കണക്കിന് വിലയുള്ള ഒരു വാക്കിന് ആയിരങ്ങൾ വിലയുള്ള വക്കീലന്മാരെ വിലക്കെടുത്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ഓടി. ഹൈന്ദവ സംഘടനകൾ ഓടണ്ടേ പിന്നാലെ? എന്തിനാണ്? രണ്ടിന്റെയും ബുദ്ധിമുട്ട് നമുക്ക്. 25-ാം തീയതി എനിക്ക് മാന്നാർ പോലീസ് സ്റ്റേഷൻ പരിധി, മാന്നാർ കോടതിയിൽ എനിക്കൊരു കേസിലായിരുന്നു. മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് സമൻസ് കിട്ടിയത്. ഇനി ഞാൻ 25-ാം തീയതി ഞാൻ വടിവാള് കൊണ്ട് അവിടുത്തെ DYFIക്കാരനെ വെട്ടാൻ പോയി എന്നാണ് കേസ്. ആ ചില്ലറ കേസൊന്നുമല്ല. മാന്നാർ DYFIക്കാരനെ വടിവാള് കൊണ്ട് വെട്ടാൻ പോയി. ആരൊക്കെ കേസിലെ പ്രതികളെന്ന് അറിയാമോ? ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറ്, ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറ്, O രാജഗോപാൽ, O രാജേട്ടൻ നമ്മുടെ കേസിലെ പ്രതികളാ. DYFI നേതാവിനെ വാളുകൊണ്ട് വെട്ടാൻ പോയതിലുള്ള പിന്നെ പ്രതികളാണ് ഞങ്ങളൊക്കെ. PEB മേനോൻ സാർ, സംഘത്തിന്റെ മാന്യ സംഘചാലകായിരുന്ന PEB മേനോൻ സാർ, ഡോക്ടർ KS രാധാകൃഷ്ണൻ, സെൻകുമാർജി, ഇതിലെ ഞങ്ങളൊക്കെ കൂടിയാണ് വടിവാളും കൊണ്ട് പോയിട്ട് DYFI നേതാവിനെ വെട്ടാൻ പോയെന്നാണ് കേസ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് സമൻസ് വന്നത്. അത് രസമായി. അത് അവിടുന്നുണ്ടായി ചേർത്തല, അതിന് മുമ്പത്തെ ആഴ്ച ചേർത്തല എന്നാണ്. പോലീസുകാരെ വിളിക്കുക, ടീച്ചറുടെ നമ്പറേ ഉള്ളൂ. മറ്റേ ഗോവ ഗവർണർ അവർക്ക് പോകും, ടീച്ചറുടെ നമ്പറേ ഉള്ളൂ. ഞങ്ങൾക്ക് കുറച്ച് പേരുടെയും കൂടി നമ്പറൊന്നും കിട്ടാറുണ്ട്. ടീച്ചർ ഈ ഇതിൽ പെട്ടാറാണ്, ഞങ്ങൾക്ക് സമൻസ് ഒന്ന് കൊടുക്കാൻ വേണ്ടി. ആയിക്കോട്ടെ, പറഞ്ഞത് പറ്റേ പറഞ്ഞുതരാം. അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരത് പുതുതായിട്ട് ചേർത്തതാണ് കേട്ടോ, പ്രതിയായിട്ട് ഇപ്പൊ ചേർത്തതാണ് അന്നത്തെ കേസിൽ ഞങ്ങളൊക്കെ. അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരത്. ഞാൻ നമ്പർ കൊടുക്കണേ കുടുങ്ങി പോകും. അവിടുത്തെ നമ്പർ കൊടുക്കണം. നമ്പർ യമരാജനോട് ചോദിച്ചിട്ട് നമ്പർ കൊടുക്കണം. ആള് സ്വർഗസ്ഥനായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴാണ് ആ കേസ് എടുത്തത്. അദ്ദേഹത്തിനെ പ്രതി ചേർത്തത്. ഞാൻ അദ്ദേഹത്തിന് നമ്പർ കൊടുക്കണം. അഡ്വക്കേറ്റ് ഗോവിന്ദ്. ഇതുപോലുള്ള ഭോഷ്കുകളാണ്. ഇങ്ങനെ 1000-ഓളം കേസുകളാണ്. ഇതിന് അവരുടെ തെമ്മാടിത്തരം അനുവദിച്ചില്ല എന്നതിന്റെ പേരിൽ വ്യക്തികളുടെ മേലെ, മറ്റു സമൂഹത്തിന് ഓരോ സ്ഥലത്തും നോക്കാൻ നടന്ന കേസുകളിലൊക്കെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ പ്രതികളാണ്. ആ കേസിലൊക്കെ കൊണ്ടുപോയി അതിന് നേതൃത്വം കൊടുത്തവർ എന്ന് അവർക്ക് തോന്നുന്നവരെ മുഴുവൻ അവർ ഈ നാട്ടിൽ പോലും വേണ്ട. ഒരേ സമയം ഞങ്ങൾ കുമ്പിടിയല്ല, അതിൻ്റെ അപ്പുറം ഒരേ സമയം മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള എല്ലാ കേസിലും ഞങ്ങൾ ഈ വടിവാളും അല്ലെ, ഒന്ന് വടിവാൾ ഇപ്പോഴേ വന്നുള്ളൂ കേട്ടോ. വ്യഭിചാര ഒഴികളുടെ എല്ലാ വകുപ്പും ഉണ്ട്. എന്തോ അതിട്ടില്ല, നല്ല കാലം. അതൊഴികല്ല എല്ലാ വകുപ്പും ചേർത്തിട്ടുണ്ട്. കണ്ണൂര് ഞാൻ ചെയ്ത കുറ്റം ചെറിയ കുറ്റമല്ല. ലോറി തടുത്ത് ലോറി ഡ്രൈവറെ പിടിച്ചു വലിച്ച് പുറത്തിട്ട് ലോറി ഡ്രൈവറുടെ മൊബൈൽ മോഷ്ടിച്ച കേസിലെ പ്രതിയാണ്. എന്റെ അഭിമാനം ആലോചിച്ചു. അതും കോട്ടയം വെക്കാം. തൊടുപുഴയില് അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടിച്ച, CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടിച്ച കേസിലെ പ്രതിയാണ് ഞാൻ. എനിക്കത് ഭൂഷണ പറഞ്ഞു. ഞാൻ മൂപ്പർക്കൊരു ലേശം നാണം വേണ്ട എന്റെ അടിപൊളിച്ചു എന്ന് പറയാൻ. മൂപ്പര് അടിച്ച കേസിൽ ഞാൻ പ്രതിയാകുമ്പോൾ എനിക്ക് സന്തോഷമായി. ഒരു ഇത്തിരി വേണ്ടേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. എന്നെ കൊല്ലാൻ പ്ലാൻ ഇട്ടത് PFI-കാരന് ഇപ്പൊ പ്ലാൻ ഇട്ടു എന്നാ പറയണത് അല്ലെ? കൊല്ലാൻ ഞങ്ങളുടെയൊക്കെ വേണ്ടി ഹിറ്റ് ലിസ്റ്റിൽ ഞാനും മത്സരത്തിനൊക്കെ മോള് കയറി കിടക്കേണ്ടത്. ആയിക്കോട്ടെ, PFI-കാരന് ഇപ്പോഴേ ഞങ്ങളെ കൊല്ലാൻ പരിപാടി ഇട്ടുള്ളൂ. ഞങ്ങൾ ചാകാത്തതിൽ വലിയ വിഷമപ്പെടുത്ത മുഖ്യമന്ത്രിക്കായിരുന്നു പിണറായി വിജയന്. എന്തിനാ പെണ്ണുങ്ങളെ കയറ്റിയെന്ന് ഞങ്ങൾ വിചാരിച്ചത്? ചൂർപ്പണകമാരെയും താടകമാരെയും ശബരിമലയിൽ തൊഴിക്കാനുള്ള ഭക്തി കൊണ്ട് മുട്ടിയിട്ടായിരുന്നു. അല്ല, കയറ്റിയ വഴിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അല്ല പറയണത്, കേരള സംസ്ഥാനത്തിന്റെ MD, നിങ്ങളുടെയും മുഖ്യമന്ത്രി ചൂർപ്പണകയും താടകയും ചാക്ക് കൊണ്ടുപോയി കെട്ടി ശബരിമല നടയിൽ കൊടഞ്ഞിട്ടത് അത് അഭിമാനത്തോടു കൂടി പത്രസമ്മേളനം നടത്തുമ്പോ ചോദിച്ചത് എന്താ അറിയോ? ശശികല ആത്മഹത്യ ചെയ്തിരുന്നു. പെണ്ണുകാരെ
ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ആശയം ഉൾക്കൊണ്ടുവന്നാ വളർന്നത്. ആത്മഹത്യ ചെയ്യാനല്ല പഠിപ്പിച്ചിരിക്കണത്. അത്തരത്തിൽ കേറ്റുന്നവനെ പിടിച്ചു വലിച്ച് നിലത്തിട്ട് 4 ചവിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ആത്മഹത്യ ചെയ്തു പോണത്? ഞാനതാ പഠിച്ചിരിക്കണത്. അങ്ങോട്ടുള്ള ഏതോ പാർട്ടിക്കാരൻ പറഞ്ഞത്ര ഞാൻ എവിടെയോ പ്രസംഗിച്ചു, അവിടെ സ്ത്രീകൾ കയറിയാൽ ഞാൻ ആത്മഹത്യ കയറിയവന്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്നേ പറയുള്ളൂ, അതിനപ്പുറം പറയില്ല. അപ്പൊ ചത്തൊഴിവാക്കാൻ PFIക്കാരൻ ഹിറ്റ് ലിസ്റ്റിലിട്ടു. അവൻ 36 ചോദ്യാവലി മറ്റേ ക്വസ്റ്റ്യൻ എയറൊക്കെ ഇട്ട് ഞങ്ങളെ എങ്ങനെ കൊല്ലണം എങ്ങനെ പിടിക്കണം എന്ന് PFIക്കാരൻ ഇടുന്നതിന് മുമ്പ് ഞങ്ങളെ ഒഴിവാക്കാനുള്ള എളുപ്പമായ മാർഗം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കണ്ടത്. PFIക്കാർക്ക് കേസെടുക്കുന്നതിന് മുമ്പ് കേസെടുക്കണം മുഖ്യമന്ത്രിക്കെതിരെ. കയറി അതേ ദിവസം മറ്റേ നവോത്ഥാന മതിലൊക്കെ കഴിഞ്ഞിട്ട് അന്നാണല്ലോ വലിച്ചു കയറ്റിയത്. മതിലിന്റെ മറവിലാണല്ലോ 2 പെണ്ണുങ്ങളെ വലിച്ചു കയറ്റിയത്. ആ കയറ്റി കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ചോദിച്ചതാ ശശികല ആത്മഹത്യ ചെയ്തില്ലേ. അപ്പോ അത് എളുപ്പമായ മാർഗമാണല്ലോ, കൊല്ലനേക്കാൾ എളുപ്പമായ മാർഗമാണല്ലോ. തന്നെ പോയി ചത്തോ, തന്നെ കൊല്ലാൻ തന്നെയാ ഞങ്ങൾ ഈ പരിപാടി ചെയ്താൽ മുഖ്യനെതിരെ കേസെടുക്കട്ടെ. ഇങ്ങനെ ഹൈന്ദവ സമൂഹത്തെ ആത്മഹത്യ ചെയ്യിപ്പിക്കാനോ, നാണം കെട്ട് ആത്മഹത്യ ചെയ്യിക്കാനോ, ഗതികെട്ടി നാട്ടിൽ നിന്ന് പലായനം ചെയ്യിക്കാനോ മാത്രം ആഗ്രഹിച്ച് നടക്കുന്നവരുടെ കൈകളിൽ ഇനിയും ക്ഷേത്ര ഭരണം വിട്ടുകൊടുക്കണമോ? ഹൈന്ദവ സമൂഹം ചിന്തിക്കേണ്ടത് ടിപ്പുവിന്റെ പടയോട്ടമടക്കം, അലാവുദ്ദീൻ ഖിൽജിയുടെ പടയോട്ടം, നിങ്ങളില്ലെങ്കിൽ ശ്രീരാങ്കൂർ ഭാഗങ്ങളിൽ ഇതൊക്കെ അതിജീവിച്ചാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ വന്നത്. ബ്രിട്ടീഷുകാരന്റെ നിയമങ്ങള്, അതിനുശേഷമുണ്ടായ ഐക്യ കേരളത്തിന്റെ നിയമം, ഇതൊക്കെ അതിജീവിച്ചാണ് ക്ഷേത്രങ്ങൾ മുന്നോട്ട് വന്നത്. ഇന്ന് ആ ക്ഷേത്രങ്ങളെ സ്വന്തം പോക്കറ്റിലിട്ട് വരുമാനം ഉണ്ടാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇനിയും അവരുടെ കൈകളിലേക്ക് കൊടുക്കണമോ? കൊടുത്താൽ ഇന്ന് വിഗ്രഹേ പോയുള്ളൂ, അല്ല ഇന്ന് കിരീടേ പോയുള്ളൂ, നാളെ വിഗ്രഹം തന്നെ പോയി എന്ന് പറയാൻ ഒരു കാരണം. അതിനൊക്കെ നല്ല വിലയണേ. ഇതൊക്കെ വാങ്ങാൻ പുറത്ത് ആൾക്കാരും ഉണ്ട്. ഉടമസ്ഥൻ കൊണ്ടുപോകുമ്പോൾ ഏറെ ചെയ്യാനാ സമയം ഏറെ വൈകിട്ട് ഏറെ പറഞ്ഞു പോകുന്നില്ല. മധ്യ തിരുവിതാംകൂറിലെ കേരളത്തിലെ തന്നെ പ്രമുഖമായ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ വളരെ മനോഹരമായ വലിയ ഒരു ദീപസ്തംഭമുണ്ട്. നല്ല പ്രസ്തുത യോഗത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. വിശ്വ ഹിന്ദു പരിഷത്ത് ഗണ്ട് സെക്രട്ടറി ശ്രീ സുരേഷ് കുമാർ സ്വാഗതവും ശ്രീ കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു.